ഞാൻ ഇന്ന് എനിക്ക് വല്ലാത്ത വേദന ഉണ്ടായി. ഒരു മുസ്ലിയാർ അയാൾ പറയുന്നു 10 കൊല്ലം കഴിഞ്ഞാൽ സുന്നികൾ മുഴുവനും പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകും, എഴുതി വെച്ചോളൂ, അത് നടന്നിട്ടില്ലെങ്കിൽ എന്റെ കാത് മുറിച്ചോളൂ. 10 കൊല്ലത്തിനുള്ളിൽ സുന്നികൾ ജുമാക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകും, എഴുതിച്ചോളൂ. കൊണ്ടുപോയിട്ടില്ലെങ്കിൽ റാമത്തുള്ളാന്റെ രക്തങ്ങൾ വരിക, എൻ്റെ ചെവിയെന്ന് കൊണ്ടാ ഞങ്ങൾ അരിയട്ടെ അറിയാം. 10 കൊല്ലത്തിനുള്ളിൽ സുന്നികൾ ജുമാക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകും, എഴുതിച്ചോളൂ. അപ്പൊ 10 കൊല്ലം അയാൾ ജീവിക്കുന്ന അയാൾ എങ്ങനെയാ പറയാ? ഇയാളെ കാത് കുടിക്കണേ 10 കൊല്ലം ജീവിക്കുന്നു ഗ്യാരണ്ടി കിട്ടണ്ടേ അയാൾക്ക്? അയാൾ എങ്ങനെയാ അത് പറയാ? ഇതേപോലെ 10 കൊല്ലം കൊണ്ട് സുന്നികൾ പള്ളിയിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്ന അയാൾ എങ്ങനെയാ പറയാ? ഇവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ട് എത്ര കൊല്ലമായി പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ബുദ്ധിയും ഇവരുള്ള ഒരൊറ്റ പെണ്ണിന്ന് വരെ പോയിട്ടുണ്ടോ? അത് പോവില്ല. അയാൾ അങ്ങനെ പ്രഖ്യാപിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് സുന്നത്തി ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഈമാനുള്ള ഒരൊറ്റ പെണ്ണും പള്ളിയിലേക്ക് പോവില്ല, യാതൊരു സംശയവും വേണ്ട. എങ്ങനെ അവർ പോകും? അവർ വിശ്വസിച്ചത് അശ്ഹദു അന്ന മൗലവി റസൂലുള്ളാഹി എന്നല്ല, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നാണ്. അല്ലാഹ് പറഞ്ഞേച്ചാള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയാണ് പറഞ്ഞു ഉബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ. ആ നബി തങ്ങളെ ധിക്കരിക്കുന്ന സ്ത്രീകൾ മാത്രമേ പള്ളിയിൽ ജുമാ ജമാഅത്തിന് വേണ്ടി പോവുള്ളൂ, യാതൊരു സംശയവും ഇല്ല.